എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ, എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയും. ഹിന്ദി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഓക്കെ, ഹെഡ് ഏടോ ഇതെന്തത് എപ്പോഴും ടൈലാണല്ലോ വീഴുന്നത്? ആണോ? നാളെ മുതൽ ഫുള്ള് ടൈൽ വിളിക്കാൻ നാളെ വിളിക്കുമ്പോ മൊത്തം കേട്ടായിരിക്കും. സത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഏറ്റവും കൂടുതൽ ടൈലാണ്. ശരിയാണ്, ഇന്നലെ ഞാൻ ടൈൽ വിളിച്ചത്. അതെ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് കഴി ജുറാസിക് പാർക്ക് റീബർത്ത് സിനിമ ജൂലൈ 3 റിലീസിനെത്തും. ഓക്കെ, തിയേറ്ററിൽ പൊളിക്കല്ലേ? അതിന് പിന്നെ പ്രത്യേക വിഷയം വരില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അത് വന്ന് ആരെയൊക്കെ കടിക്കുന്നു, തിന്നുന്നു, അതിന് പിന്നെ മെരിക്കുന്നു. സിമ്പിൾ ലോജിക്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ പോലുള്ളവർ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അത് ഇറക്കൂല, തുപ്പും, അത്രേ ഉള്ളൂ. വിഷല്ലേ. അടുത്തത് ചിയാൻ 64. ഓക്കെ, സിനിമ പ്രേംകുമാർ തന്നെയായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ബ്രൂട്ടൽ വയലൻസ് ഫിലിം ആയിരിക്കും എന്നാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വിക്ര ചെയ്യുന്നെങ്കിൽ അല്ല, ഈ ഒരു പരിപാടി അവർ പിടിക്കാത്തതാണല്ലോ പ്രേംകുമാർ. അതൊരു സത്യം. ഫീൽ ഗുഡ് ആണല്ലോ പരിപാടി. ആളെ എങ്ങനെ എത്തിക്കും എന്നുള്ളത് കൂടി കഴിയും. മൂപ്പർക്ക് നല്ല കഴിവുണ്ട്. എങ്ങനെ കുക്ക് ചെയ്യുന്നു നോക്കാം. അടുത്തത് ലബ്ബർ പാന്ത്. നമ്മുടെ സ്വാസിക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കേട്ടോ. അതായത് ലബ്ബർ പന്ത് SRK കണ്ടു. ആരാണ്? ഷാറൂഖ് ഖാൻ. എന്നിട്ട് ആൾക്കിത് റീമേക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതായത് ലബ്ബർ പന്ത് ക്രിക്കറ്റ് ബേസ് ചെയ്തുള്ള സ്റ്റോറിയാണല്ലോ. അപ്പോൾ തീർച്ചയായും SRK ഭയങ്കര ക്രിക്കറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സാധ്യത കാണുന്നുണ്ട്. സത്യമായാൽ. ഓക്കെ, അടുത്തത് അതാണ് സൂര്യ 45. സ്വാസിക തന്നെ പറഞ്ഞ കാര്യമാണ്, ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. ഡിഫറെന്റ് ലുക്കിലായിരിക്കും ഈ സിനിമയിൽ വരുന്നതെന്ന് പറഞ്ഞത്. ആൾക്ക് ഡിഫറെന്റ് ലുക്ക് ഉണ്ടെന്നല്ലേ? അപ്പൊ ആള് വക്കീലാണെന്ന് പറഞ്ഞു. അപ്പൊ മിക്കവാറും ഇത് അതായത് കോടതി സംഭവങ്ങളില്ലേ, ആ സമയത്ത് ഇവരൊക്കെ വക്കീൽ തന്നെ. അല്ലാത്ത സമയങ്ങളിൽ ഇവര് ദേവനും ഒക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവാം മിക്കവാറും. ആ ഒരു സാധനം അതായത് അമ്പലം ഉൾപ്പെടുന്ന ഒരു കോടതി വളപ്പിലുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിലെ പല കഥാപാത്രങ്ങളും ഇവർ തന്നെയായിരിക്കും വരിക. പീരിയോഡിക് സാധനം കൂടി കണക്ട് ആക്കുന്നുണ്ടാവും. കൊള്ളാട്ടോ, അത് നല്ല കൺസെപ്റ്റാണത്. അത് നല്ല രീതി ചെയ്തിട്ടുണ്ട്. പൊളിയായിരിക്കും അത്. അടുത്തത് സൽമാൻ ഖാൻ നെക്സ്റ്റ്. ബ്രഹ്മാണ്ഡം ഹിന്ദി അല്ലടാ? ഹിന്ദി. 1-0 ഞാൻ അതില് മറ്റേ ഇതടിച്ചു വെക്കുമ്പോഴാണ് ലബ്ബർ പന്ത് റീമേക്ക് കൊണ്ടുവന്നത് ഹിന്ദിയിലേക്കാണെന്നുള്ളൊരു ഇതുണ്ട്. അതാണ് ഒരു 1.5 പിടിക്കണം. അതിലേക്ക് പിടിക്കാൻ പറ്റൂല. ലബ്ബർ പന്ത് അത് സ്വാസിക പറഞ്ഞത് കൺഫേം ഒന്നും അല്ലല്ലോ. ഇതെന്ന് പറഞ്ഞ ഏകദേശം ഉണ്ട്. അതായത് മഹേഷ് നാരായണൻ ബോളിവുഡിലേക്ക്, എന്നിട്ട് സൽമാൻ ഖാൻ നായകനാക്കി ചെയ്യും. സൽമാൻ ഖാൻ ഇത് സമ്മതിക്കാൻ സാധ്യത എങ്ങനെയെന്ന് അറിയോ? തൻ്റെ ഡ്യൂപ്പിനെ അങ്ങ് തരും. ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ റെഡി. ഇത് അനൗൺസ് ചെയ്യേണ്ടത് തന്നെ അങ്ങനെയാ. സൽമാൻ ഖാൻ ഡ്യൂപ്പ് മഹേഷ് നാരായണൻ മൂവി അങ്ങനെ പറയണം. എന്താണെങ്കിലും ഹൈ ഒക്ടേൻ ആക്ഷൻ മൂവി ആയിരിക്കും എന്നാണോ പറഞ്ഞ? ആക്ഷൻ ത്രില്ലർ. ഓക്കെ, മഹേഷ് നാരായണൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? പറയാൻ പറ്റൂല. എന്തായാലും ആദ്യം മറ്റേ ഇങ്ങോട്ട് വരട്ടെ. അല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു നോക്കുന്നു. വരട്ടെ. എങ്ങനെയുണ്ട്? ബ്രഹ്മാണ്ഡ സിനിമ ചെയ്യാനുള്ള ആളുണ്ടോ എന്നുള്ളത് ആൾ അതിൽ തെളിയിക്കണം. അടുത്തത് സിതാരെ സമീൻ പർ. പൊളിച്ചില്ലേ? പൊളിച്ചു. സിനിമ തിയേറ്റർ റിലീസിന് ശേഷം അത് 8 ആഴ്ച കഴിഞ്ഞിട്ട് സിനിമ യൂട്യൂബിലായിരിക്കും വിടുന്നത് കേട്ടോ. OTT അല്ല. OTT-ലില്ല. അതായത് യൂട്യൂബ് എന്ന OTT-ൽ ഇറക്കും. അത് റെന്റിനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? ആ രീതിയിൽ. ഓക്കെ, അത് നല്ലൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ OTT-കാർക്ക് കുറച്ച് അഹങ്കാരം കൂടിയുണ്ട്. എടുക്കാനൊക്കെ ഒരു മടിയായിപ്പോ. എന്നും എപ്പോഴും യൂട്യൂബ് ബെസ്റ്റ്. ഏത് പ്ലാറ്റ്ഫോം ഉണ്ട്? അതെ, അഹങ്കാരം കാണിക്കൂല അവര്. ഓക്കെ, അടുത്തത് കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്.
ഓക്കെ. സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു ജൂലൈ സെക്കൻഡ് വീക്കിൽ. ജൂൺ സെക്കൻഡ് വീക്കിൽ. ജൂൺ സെക്കൻഡ് വീക്കിൽ. ആ ഞാനും വിചാരിച്ചു ഇവിടെ കാത്തിരിക്കുകയാണ്, അപ്പോഴാണ് ജൂലൈയിലേക്ക് കൊണ്ടുവെക്കുന്നത്. എന്താ പോനെ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും. കാത്തിരിക്കുന്നു. അടുത്തത് രവി മോഹൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ യോഗി ബാബു ആയിരിക്കും നായകനായിട്ട് വരുന്നത് കേട്ടോ. ഓ, ഫൺ ഫാമിലി മൂവിയാണ്. ഓക്കെ ഓക്കെ. രവി മോഹൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം. യെസ്. യോഗി ബാബുവിനെ വെച്ചിട്ട് ഗംഭീരമാവട്ടെ. ഓക്കെ. ഫണ്ണാണെങ്കിലോ പ്രശ്നം, ആവർത്തന വിരസത ഉണ്ടാവും, അതാണ് പ്രശ്നം. അതെന്തായാലും വരും. അടുത്തത് കണ്ണപ്പ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ. കണ്ണപ്പ സിനിമയുടെ ഹാർഡ് ഡിസ്ക് എന്തോ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് എടുത്തത് തൻ്റെ സഹോദരനാണെന്നാണ് പറയുന്നത്, മഞ്ജു മനോജ്. ആളാണിത് കട്ടെടുത്തതെന്നാണ് ഇപ്പോൾ വിഷ്ണു മഞ്ജു പറയുന്നത്. ഇത് നിങ്ങൾ അനിയനുമായിട്ടാണ് അത് അടിച്ച് തീരുമാനിച്ചത്. നിങ്ങൾ ഇവിടെ വിളിച്ച് പറയത്തിട്ടോ അത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത്രയും വലിയൊരു സംഭവത്തിന് എത്ര ഹാർഡ് ഡിസ്ക് ഉണ്ടാവും. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പ്രമോഷനൊക്കെ ചേട്ടനും അനിയനും കൂടി പ്ലാൻ ചെയ്ത് എന്താണെങ്കിലും ചേട്ടനും അനിയനും കൂടി പ്രമോഷൻ നല്ല ലെവലിൽ കൊടുക്കുന്നുണ്ട്. 5 വയസ്സ് ചെലവാക്കരുത്, കുറച്ച് കള്ളങ്ങളാണ് പ്രചരിപ്പിച്ചാൽ മതി. അടുത്തത് ഹരിഹര വീരമല്ലു. സിനിമയുടെ 13 ദിവസത്തെ പോസ്റ്റർ, അതായത് 13 ദിവസം കഴിഞ്ഞാൽ സിനിമ റിലീസിനെത്തുകയാണ്. ജൂൺ 12. ഓക്കെ. ആകെ മറിഞ്ഞെടുക്കല്ലേ. 13 കുറെ മലയാള സിനിമകളുണ്ട്. 12 അത് മാത്രമേ ഉള്ളൂ. 12 ഇല്ല മലയാള സിനിമ. 12 ഉണ്ടോ? റോന്ത് 13, പിന്നെ സമേതം ബന്ധുമിത്രാദികൾ 13. 12 വേറെ ഏതാ മലയാള സിനിമ അറിഞ്ഞൂടാ. ഓർമ്മ ഭയങ്കര പ്രശ്നമായി തുടങ്ങി. എന്തായാലും പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ് ഹരിഹര വീരമല്ലു. സിനിമ ഇവിടെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും കുറേ ഡേറ്റുകൾ മാറ്റിയാണ് ലാസ്റ്റ് 12 എന്ന് തോന്നുന്നു കേട്ടോ. 12 മാറ്റിയിട്ടില്ലെങ്കിൽ കാണാം. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. വീണ്ടും സൗന്ദര്യമായിരിക്കുന്നു. യെസ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.